ശിവരാജ് ഗോകുൽ, ഇവിടെ ഇനിയിപ്പം ഈ ലോക്നീതി CSTSന് ഏതെങ്കിലും തരത്തിൽ ചാപ്പ് നിങ്ങൾ കൊടുക്കണ്ട. ഇതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളും പ്രതിപക്ഷമൊക്കെ ഒന്നെങ്കിൽ നിലവിൽ ഇപ്പോൾ ഇലക്ഷനിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കും. ഇപ്പോഴും 8% മുൻതൂക്കം നിങ്ങൾക്കാണ് എന്ന് തന്നെ പറയുകയാണ് ആ സർവേ. അതുകൊണ്ട് അതിനെ വേറെ ഏതെങ്കിലും ചാപ്പ് കൊടുത്ത് ഏതെങ്കിലും ഫണ്ട് എന്നൊന്നും അധിക്ഷേപിക്കേണ്ട. ഇത് അവർ പറയുന്ന പ്രശ്നമാണ് എന്നുപോലും സമ്മതിക്കാൻ തയ്യാറാവാത്ത എന്താണ് യുവരാജ് അടക്കം BJP? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഒന്നും ഞങ്ങൾക്ക് 8% അല്ല എഡ്ജുള്ളത്, അതിന് മുകളിലേക്ക് നമുക്ക് എഡ്ജുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല. ഞാൻ കുറച്ച് സമാധാനമായിട്ട് മറുപടി പറയാം. ലിജുവിൽ നിന്ന് തുടങ്ങി അനിൽകുമാറിലൂടെ ഹാഷ്മിയിലേക്ക് വരാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്പ ടൈം എനിക്ക് തരണം. ശ്രീ ലിജു പറഞ്ഞു വയനാട് ഉള്ളിക്കൃഷിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റണം, അതിനെ ഉള്ളിക്കൃഷിയോടെ പ്രോത്സാഹിപ്പിക്കണം. ഉള്ളിക്കൃഷിയെങ്കിലും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ മനുഷ്യനോടെ പ്രോത്സാഹിപ്പിക്കാമായിരുന്നല്ലോ. പകരം അമേഠിയിൽ നട്ടിട്ട് വളരാത്തൊരു വാഴ വയനാട്ടിൽ കൊണ്ടിട്ട് വയനാടിനെ വാഴനാട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതല്ലാതെ SFI പിള്ളേർ വരെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൻ്റെ അകത്ത് കയറി വാഴ നട്ടിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയതല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു കൃഷിയെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നൊരു സാഹചര്യം കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടാക്കിക്കൂടായിരുന്നു ശ്രീ ലിജു? രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വയനാട്ടിൽ മോശമാണ് എന്നുള്ള കാര്യത്തിൽ അനിൽകുമാറിന് പോലും സംശയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങ് ഇവിടെ ശ്രീ അനിൽകുമാർ ഇവിടുത്തെ അംഗം ഡിഫറൻസ് വളരെയായിട്ട് കൂടുന്നു, പാവപ്പെട്ടവരാവുന്നു, പണക്കാരാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. SBI നടത്തിയ സ്റ്റഡിയുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ ജിനി കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഇൻകം ഇനീക്വാലിറ്റി വളരെ കാര്യമായി കുറയുന്നതായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും സ്റ്റഡിയിലും മനസ്സിലായി വരുന്നത്. പിന്നെ അങ്ങ് മറ്റൊരു കാര്യം പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയം. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ആൾക്കാരാണ് 2000-ഓളം കോടി രൂപ കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. അവരാണ് നിങ്ങൾക്ക് രാജസ്ഥാനിൽ ഒരു സീറ്റ് മത്സരിക്കാൻ തന്നിരിക്കുന്നത്. അവരോട് ചോദിക്കണം ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെങ്കിൽ ആ അഴിമതിയിൽ എന്തിന് ഭാഗമായി എന്ന്. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ DMK 2 സീറ്റ് തന്നിട്ടുണ്ട്, അവർ 650 കോടി എന്തോ വാങ്ങിയിട്ടുണ്ട്. അവരോടും ചോദിക്കണം അത് അഴിമതിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അഴിമതിയിൽ നിന്ന് ഭാഗമായതെന്ന്. ഇത്തവണയെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് എന്തെങ്കിലും CPM വാങ്ങില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും അത് വരും ദിവസങ്ങളിൽ കാണാം. പിന്നെ അങ്ങ് HDIയുടെ കാര്യം പറഞ്ഞു, കേരളത്തിനെ സൊമാലിയ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളിതുപോലെയാണ് ഈ പ്രസംഗങ്ങളെ വളച്ചൊടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അട്ടപ്പാടിയിലെ അവസ്ഥ സൊമാലിയെ പോലെ അവസ്ഥയിലാണ് നിൽക്കുന്നത്, അതിനെ നമ്മൾ മാറ്റണം എന്നുള്ളതാണ് കാര്യം. അട്ടപ്പാടിയിൽ തന്നെയാണല്ലോ മധു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നത്. അട്ടപ്പാടിയിലെ അവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്കോ അനിൽകുമാറിനോ ഇവിടെ ഇരിക്കുന്ന ആർക്കുമോ സംശയം ഉണ്ടാവില്ലല്ലോ. കേരളത്തിൻ്റെ ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 4 ലക്ഷമാണ്. ആ 4 ലക്ഷം വരുന്ന ട്രൈബൽ മേഖലയിൽ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ HDI നിങ്ങൾ പോയി എടുത്താൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ അനിൽകുമാറെ? ഒന്ന് പറയാമോ? 4 ലക്ഷം പേര് ട്രൈബൽസ് മാത്രമുള്ള കേരളത്തിൽ അവരുടെ HDI ഉയർത്തുന്നില്ല. ആ 4 ലക്ഷം എന്നുള്ള ഒരു 40 ലക്ഷമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ HDI ഇല്ല. നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഗുജറാത്തിൻ്റെ ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 90 ലക്ഷമാണ്. ഇന്ത്യയിലെ മൊത്തം ട്രൈബൽ പോപ്പുലേഷൻ്റെ 8% കിടക്കുന്നത് ഗുജറാത്തിൽ മാത്രമാണ്. ഗുജറാത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 15% ഈ പറയുന്ന ട്രൈബൽ വിഭാഗമാണ്. കേരളത്തിലെ ട്രൈബൽസിൻ്റെ ഇടയിലുള്ള ലിറ്ററസി റേറ്റ് എത്രയാണ്? കേരളത്തിൻ്റെ ലിറ്ററസി 94% ആണ്. ട്രൈബൽ ലിറ്ററസി കേരളത്തിന് 75% മാത്രമാണ്. പക്ഷേ നമുക്ക് അവരിലേക്ക് കയറാൻ പറ്റുന്നില്ലെന്ന് ഒരു പരിധി വിട്ട് ടൈം എടുക്കും. 4 ലക്ഷം മാത്രം ഉണ്ടായിട്ട്. അപ്പം 40 ലക്ഷമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? പിന്നെ ശ്രീ ലിജുവും ശ്രീ അനിൽകുമാറും ഇവിടെ ഒരുപോലൊരു കാര്യം പറയുന്നു, കോർപ്പറേറ്റ് മാത്രം പടർന്നു. ഒരു കാര്യം പറഞ്ഞു, കണക്കാണ് ഞാൻ പറയുന്നത്. ആരുടെയും ജീവിത നിലവാരം നീതി ആയോഗിന്റെ ഇൻഡെക്സ് പ്രകാരം കേരളത്തിൽ മോർട്ടാലിറ്റി റേറ്റ് എത്രയാണ്? ഗുജറാത്തിന്റെ എത്രയാണ് അറിയാവോ? നീതി ആയോഗിന്റെ റേറ്റിംഗിൽ കേരളം വളരെ മുമ്പിൽ തന്നെയാണ്. അല്ലാതെ അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഒരു 40 ലക്ഷം ട്രൈബൽസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിൽക്കുമോ എന്നാണ് ഞാൻ ഹാഷ്മിയോട് ചോദിച്ചത്. ഗുജറാത്തിന്റെ ഞാൻ സെൻസിബിൾ ആയിട്ടുള്ള തിരിച്ച് മറുപടി ചോദ്യം ചോദിക്കൂ. കേരളത്തിന്റെ ട്രൈബൽ പോപ്പുലേഷൻ ഇപ്പൊ 4 ലക്ഷം എന്നുള്ളത് 40 ലക്ഷത്തിൽ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അട്ടപ്പാടിയിൽ മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? അവിടെ ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പൊ 4 ലക്ഷത്തിന് നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. കേട്ടില്ല എന്താ ഹാഷ്മി? അല്ല, അതെന്ത് കണക്കാണത്? അതെന്ത് തിയറി പ്രകാരമുള്ള കണക്കാണ്? ഒരു നാടിന്റെ ഒരു ഇൻഡെക്സ് 4 ലക്ഷത്തിൽ അല്ല, ഞാൻ പറയട്ടെ. അല്ല, താങ്കൾ പറഞ്ഞ തിയറി ഇല്ല, താങ്കൾ ഇപ്പൊ പറഞ്ഞ തിയറിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ താങ്കൾ അതായത് ഒരു ഇൻഡെക്സ് പ്രകാരം ഒരു നാട്ടിൽ ഇത്രയാണ് ഒരു ഇൻഡെക്സിന്റെ റേറ്റ്. ആ നാട്ടിൽ 4 ലക്ഷത്തിന് പകരം 40 ലക്ഷം ആളുണ്ടായിരുന്നെങ്കിൽ ഈ ഇൻഡെക്സ് വരുമോ?
എന്നത് യുക്തിയുള്ള ചോദ്യമാണോ യുവരാജ്? എന്താണ് ചോദിക്കുന്നത്? വരില്ല. അത് അത് യുക്തിപരമായിട്ടുള്ള ഹാഷ്മി HDI കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇപ്പൊ ഒരു നാട്ടിൽ 100 പേരുണ്ടെന്ന് കരുതുക, 80 പേരുടെ HDI ഹൈ ആണെന്നിരിക്കുക, 20 പേരുടെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ മൈനസ് മാർക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 4 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം ആയിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ HDI താഴ്ന്നേനെ. അതാണ് HDI കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് HDI കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഗുജറാത്തിന്റെ ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 90 lakhs ആണ്. 90 lakhs. ആ 90 lakhs ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന HDIയുടെ വിഷയം വരുമ്പോൾ അവർ പിറകിലേക്ക് പോകുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അതൊരു റിയാലിറ്റിയാണ്, അതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് കണക്കിൽ തർക്കിക്കാൻ നമുക്ക് റേറ്റ് കൂടുന്നില്ല എന്ന് പറഞ്ഞു. 10 വർഷത്തിനിടയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന മിഡിൽ ക്ലാസിന്റെ എണ്ണം 77.8 മില്യൺ ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ ഗുജറാത്തിലെ HDIയുടെ കാര്യമൊക്കെ നീതി ആയോഗ് വെച്ച് തന്നെ നമുക്ക് മറുപടി പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ സമയക്കുറവുകൊണ്ടാണ്, ക്ഷമിക്കണം. ചർച്ചയിൽ പങ്കെടുത്ത 3 താങ്കൾ പറഞ്ഞ HDI ഇല്ലല്ല, താങ്കൾ പറഞ്ഞ HDIയുടെ ശതമാനം അനുപാതം ഒക്കെ നീതി ആയോഗിന്റെ കണക്ക് വെച്ച് തന്നെ നമുക്ക് തെറ്റാണെന്ന് പറയാനൊക്കെ കഴിയും. പോട്ടെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഗോകുൽ രവി ചേരും. നമസ്കാരം.